ചിറ്റിശ്ശേരിയിൽ ഡെങ്കിപ്പനി പടരുന്നു. 6 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഷീല സണ്ണിയുടെ മൊഴിയെടുത്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. പാലപ്പള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിച്ചത്. കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം. ആളപായമില്ല. വീട്ടു സാധനങ്ങൾ കത്തി നശിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിച്ചു. മത്സര ഇനങ്ങൾക്കില്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്ന് മന്ത്രി. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. ചിറ്റിശ്ശേരിയിൽ ഡെങ്കിപ്പനി പടരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം. 6 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. പനി ബാധിച്ചവർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലാണ്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ വീടുകളിൽ ശുചീകരണം തുടങ്ങി. പ്രതിരോധ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എസ്. ബൈജു ഉദ്ഘാടനം ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാഖി, പഞ്ചായത്ത് അംഗങ്ങളായ സജിൻ മേലേടത്ത്, നിഷ, ഹെൽത്ത് ഇൻസ്പെക്ടർ എം.ആർ. രഘു എന്നിവർ സംസാരിച്ചു. സ്ക്വാഡ് പ്രവർത്തനങ്ങൾക്ക് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഒ.ജി. മായ, അരുൺ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് സീന തുടങ്ങിയവർ നേതൃത്വം നൽകി. ആരോഗ്യവകുപ്പിന്റെ കൊതുക് സാന്ദ്രതാ പഠനത്തിൽ ഹൈറിസ്ക് ഏരിയ ആയതുകൊണ്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും കൊതുക് വളരുവാൻ സാഹചര്യം സൃഷ്ടിക്കുന്നവരുടെ പേരിൽ കേസെടുക്കുമെന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ അറിയിച്ചു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഷീല സണ്ണിയുടെ മൊഴിയെടുത്തു. ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയ ഷീല സണ്ണിയുടെ മൊഴി ഞായറാഴ്ച രാവിലെയാണ് പ്രത്യേക അന്വേഷണ സംഘം എടുത്തത്. ഡിവൈഎസ്പി വി കെ രാജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. കൊരട്ടി സിഐ അമൃതരംഗനും അന്വേഷണ സംഘത്തിലുണ്ട്. ഷീല സണ്ണിയുടെ ചാലക്കുടിയിലെ ഫ്ളാറ്റിൽ വെച്ചാണ് മൊഴിയെടുത്തത്. ഷീലയുടെ ഭർത്താവ് സണ്ണിയിൽ നിന്നും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അതേസമയം ഷീലയുടെ മകൻ സംഗീതിനെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം വിളിപ്പിച്ചുവെങ്കിലും ഇയാൾ എത്തിയിരുന്നില്ല. മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണെന്ന് പോലീസ് പറഞ്ഞു. ഷീല സണ്ണിയെ ആദ്യം കസ്റ്റഡിയിലെടുത്ത എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ സതീഷിന്റെ മൊഴി അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം എടുത്തിരുന്നു. ഷീല സണ്ണിയുടെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് ലഹരി സ്റ്റാമ്പ് കണ്ടെത്തിയെന്ന കേസിൽ 72 ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷമാണ് കേസ് വ്യാജമെന്ന് കണ്ടെത്തുകയും ഷീല സണ്ണി പുറത്തിറങ്ങുകയും ചെയ്തത്. സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷീല കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ് അന്വേഷണം എക്സൈസിൽ നിന്ന് പോലീസിന് കൈമാറിയത്. പാലപ്പള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിപ്പിച്ചത്. വിളവെടുത്തു തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത്. കുണ്ടായി ഹാരിസൺ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള പുഴയോരത്തെ പറമ്പിലാണ് ആനക്കൂട്ടം ഇറങ്ങിയത്. പുഴ കടന്നെത്തിയ ആനകൾ കൊക്കോ മരങ്ങൾ പിഴുതെറിഞ്ഞ നിലയിലാണ്. പ്രദേശത്ത് ആഴ്ചകളായി കാട്ടാന ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തോട്ടം തൊഴിലാളികളുടെ പാടികളിൽ ആനകൾ ഇറങ്ങി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. ജനവാസ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി ഭീതി പരത്തിയിട്ടും വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനക്കൂട്ടത്തെ കാടുകയറ്റാൻ അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം. ആളപായമില്ല. വീട്ടു സാധനങ്ങളെല്ലാം കത്തി നശിച്ചു. വഴിയമ്പലം പടിഞ്ഞാറ് ചന്ദ്രപുരയ്ക്കൽ വിനീഷിന്റെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. ഷീറ്റ് മേഞ്ഞ വീടിന്റെ ഒരു മുറിയാണ് കത്തിയത്. ഉടൻ തന്നെ അയൽവാസികൾ ചേർന്ന് മോട്ടോർ പമ്പ് ചെയ്ത് തീയണച്ചു. റേഷൻ കാർഡ്, ആധാർ കാർഡ്, കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ, വസ്ത്രങ്ങൾ, ഫാൻ, ഗ്രൈൻഡർ ഉൾപ്പെടെയുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളും 20,000 രൂപയും കത്തി നശിച്ചു. സംഭവം അറിഞ്ഞ് ഇ.ടി. റൈസൻ എം.എൽ.എ, പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, പഞ്ചായത്ത് അംഗം സി.ജെ. പോൾസൺ, കയ്പമംഗലം പോലീസും തുടങ്ങിയവർ സ്ഥലത്തെത്തിയിരുന്നു. കുട്ടികളെ ലഹരി പോലുള്ള മറ്റ് ഭീകര മേഖലകളിലേക്ക് തള്ളിവിടാതെ കായിക മേഖലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു. മത്സര ഇനങ്ങൾക്കില്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്നും മന്ത്രി. നാട്ടികയിൽ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അടിസ്ഥാനപരമായി കായിക മേഖലയെ വളർത്തിയെടുക്കാനായി അടുത്ത വർഷം മുതൽ സ്കൂൾ തലത്തിൽ കായിക പാഠപുസ്തകങ്ങൾ കൊണ്ടുവരും. ഇത് കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ്. വരാനിരിക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക്
വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിനായി എല്ലാ പ്രദേശത്തും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുകയും പരിശീലനത്തിന് തയ്യാറാക്കുകയും ചെയ്യുകയാണ് സർക്കാർ. ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ സ്റ്റേഡിയം IM വിജയന്റെ പേരിൽ ഒരുങ്ങുന്നുണ്ടെന്നും തൃശൂർ ജില്ലയിൽ 25ഓളം കളിക്കളങ്ങൾ പുതിയതായി നിർമ്മിക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സിന്തറ്റിക് ട്രാക്ക് കൂടി ഇവിടെ നിർമ്മാണം പൂർത്തിയാക്കി നമ്മുടെ കുട്ടികളുടെ പരിശീലനം അതിലേക്ക് മാറ്റുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക കായിക കേരളത്തിനാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തു പോകേണ്ടത്. നല്ലൊരു മൈതാനം ഇല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ട്രാക്ക് ആൻഡ് ഫീൽഡ് നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട്. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ MLA CC മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായി. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ PK അനിൽകുമാർ, PTA പ്രസിഡന്റ് UK ഗോപാലൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഇൻചാർജ് MS സ്മിത, ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, വലപ്പാട് ഉപജില്ലാ AEO KV അമ്പിളി തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ രണ്ടാമത്തെ സിന്തറ്റിക് ട്രാക്കാണ് സംസ്ഥാന സർക്കാരിന്റെ 2021-22 ബഡ്ജറ്റിൽ നിന്ന് 3 കോടി രൂപ ഉപയോഗിച്ച് നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തയ്യാറാക്കിയ 200 മീറ്റർ സിന്തറ്റിക് ട്രാക്ക് ആൻഡ് സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട്. 8 ലൈനുകളുള്ള ഫുൾ PU സിന്തറ്റിക് ട്രാക്കാണ് ഫിഷറീസ് സ്കൂൾ ഗ്രൗണ്ടിൽ സജ്ജമാക്കിയത്. സെവൻസ് ഫുട്ബോൾ കളിക്കാൻ ബർമുഡ ഗ്രാസ് പിടിപ്പിച്ച ടർഫും ലോങ് ജമ്പ് പിറ്റും ഒരുക്കിയിട്ടുണ്ട്. TCV ന്യൂസ്, കയ്പമംഗലം. കായിക വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകി അടുത്ത അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഒരുക്കുമെന്ന് കായിക വകുപ്പ് മന്ത്രി V അബ്ദുറഹിമാൻ പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതിയുടെ ഭാഗമായി വലപ്പാട് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ട് നവീകരണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രൈമറി തലത്തിൽ തയ്യാറാക്കുന്ന ഹെൽത്തി കിഡ്സ് പാഠപുസ്തകങ്ങളുടെ പരിശീലനം അവധിക്കാലത്ത് അധ്യാപകർക്ക് നൽകും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായിക രംഗത്തെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരം ലഭ്യമാകുന്നതിന് PG കോഴ്സുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അധ്യയന വർഷം മുതൽ എല്ലാ വിദ്യാലയങ്ങളിലും പ്രൈമറി തലത്തിൽ ഹെൽത്തി കിഡ്സ് എന്ന പേരിൽ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വരാൻ പോവുകയാണ്. ഈ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട പരിശീലന പരിപാടികൾ അധ്യാപകർക്കായി നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. മറ്റൊരു കാര്യം, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കായികമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭ്യമാക്കുന്നതിന് ഈ മേഖലയിലുള്ള PG കോഴ്സുകൾ നമ്മൾ ആരംഭിക്കുകയാണ്. അതിൽ സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് മാനേജ്മെൻറ്റ് അടക്കമുള്ള 5 കോഴ്സുകളാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആരംഭിക്കാൻ തീരുമാനിക്കും. ഇത് പല കോളേജുകളിലും ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ ചീഫ് എഞ്ചിനീയർ EPM അഷ്റഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം VT പറമ്പിൽ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ്, വലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടയ്ക്കിടെ അപകടങ്ങൾ സംഭവിക്കുന്ന ദേശീയപാതയിലെ ചാലക്കുടി പോട്ട ആശ്രമം സിഗ്നൽ ജംഗ്ഷൻ തിങ്കളാഴ്ച മുതൽ അടച്ചിടും. 2 സർവീസ് റോഡുകൾ കൂടിയുള്ള സ്വകാര്യ ബസ്സുകളുടെ പുതിയ സഞ്ചാരദിശ സംബന്ധിച്ച് ധാരണയായി. MLA സനീഷ് കുമാർ ജോസഫ്, നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ എന്നിവർ ബസ് ഉടമകളുടെ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ചാലക്കുടിയിൽ നിന്നും പോട്ട വഴി ഇരിങ്ങാലക്കുട ഭാഗത്തേക്കുള്ള ബസ്സുകൾ കിഴക്ക് ഭാഗത്തെ വീതി കൂട്ടിയ സർവീസ് റോഡിലൂടെ സുന്ദരി കവല വഴി സർവീസ് നടത്തും. എഴുന്നള്ളത്ത് പാത ആശ്രമം റോഡിലൂടെ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇതേ സർവീസ് റോഡിലൂടെ പോട്ട ജംഗ്ഷനിലെത്തും. തുടർന്ന് മേൽപ്പാലത്തിനടിയിലൂടെ കടന്ന് പടിഞ്ഞാറെ സർവീസ് റോഡിലൂടെ ആശ്രമം ജംഗ്ഷനിൽ എത്തിച്ചേരും. ആശ്രമം ജംഗ്ഷനിൽ കാൽനട യാത്രക്കാർക്ക് മാത്രം റോഡ് മുറിഞ്ഞു കടക്കുവാൻ സിഗ്നൽ സംവിധാനത്തിലൂടെ കഴിയുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഏറ്റവും പ്രധാന ചടങ്ങായ ഉത്സവബലി തിങ്കളാഴ്ച നടക്കും. ഉത്സവബലി ചടങ്ങുകൾ നടക്കുന്നതിനാൽ ദർശനത്തിന് നിയന്ത്രണമുണ്ടാകും. ഉത്സവത്തിന്റെ 8ാം ദിവസമാണ് ഉത്സവബലി. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെയാണ് അതിസങ്കീർണമായ താന്ത്രിക ചടങ്ങായ ഉത്സവബലി. രാവിലെ പന്തീരടി പൂജയ്ക്ക് ശേഷം ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ ഉത്സവബലി ആരംഭിക്കും. ഭഗവാന്റെ ഭൂതഗണങ്ങളെ മുഴുവൻ പാണികൂട്ടി വരുത്തി ബലി കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നതാണ് ചടങ്ങ്. എല്ലാ ദേവഗണങ്ങൾക്കും പൂജയോടുകൂടി ഭഗവാനെ സാക്ഷി നിർത്തിയാണ് ബലി തൂവുക. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് നേതൃത്വം വഹിക്കും. ഉത്സവബലിക്ക്
30 കോടി ദേവന്മാരും എത്തുമെന്നാണ് സങ്കല്പം. ഉത്സവബലി ദിവസം എല്ലാ ചരാചരങ്ങൾക്കും അന്നം നൽകി തൃപ്തിപ്പെടുത്തണം. ഈ പുണ്യസമയത്ത് ആരും പട്ടിണി കിടക്കരുതെന്ന് ഉദ്ദേശിച്ച് പക്ഷിമൃഗാദികൾക്കും അന്നം നൽകും. ഉത്സവബലിക്ക് ദേശപകർച്ചയാണ്. ദേശപകർച്ചയ്ക്ക് പായസം ഉൾപ്പെടെയുള്ള സദ്യവട്ടമാണ് നൽകുക. ഉത്സവബലി നടക്കുന്നതിനാൽ രാവിലെ 8:30 മുതൽ 10:30 വരെയും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെയും ഭക്തർക്ക് നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനമുണ്ടാകില്ല. കൊടുങ്ങല്ലൂർ അഴീക്കോട് കടന്നലാക്രമണത്തിൽ 2 പേർക്ക് പരിക്ക്. ഈശ്വരമംഗലത്ത് ഹരിലാൽ, കടവിൽ വീട്ടിൽ മുഹമ്മദ് അലി എന്നിവർക്കാണ് പരിക്കേറ്റത്. അഴീക്കോട് ജെട്ടിക്ക് സമീപത്തായിരുന്നു സംഭവം. കടന്നൽ കുത്തേറ്റിയ ഉടൻ ഹരിലാൽ പുഴയിൽ ചാടിയെങ്കിലും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മതിലകം പുന്നക്ക ബസാറിൽ യുവാവിനെ വെട്ടേറ്റ നിലയിൽ കണ്ടെത്തി. പുതിയകാവ് സ്വദേശി കല്ലിങ്ങൽ വീട്ടിൽ അനസിനാണ് വെട്ടേറ്റത്. ഇരു കൈകൾക്കും വെട്ടേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ കൊടുങ്ങല്ലൂർ AR ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാപ്പിനിവട്ടം സഹകരണ ബാങ്കിനടുത്ത് വെച്ചായിരുന്നു സംഭവം. സഹോദരിയുടെ വീട്ടിൽ വന്ന ശേഷം തിരിച്ചു പോകാൻ വാഹനത്തിൽ കയറാൻ ശ്രമിക്കവേ പിന്നിലൂടെ വന്ന് തന്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചെടുക്കുവാൻ ശ്രമിച്ചാലാണ് വെട്ടിയതെന്ന് അനസ് പറയുന്നു. മതിലകം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചേലക്കര കൊണ്ടാഴി കരുവാൻപടിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. ഏലംകുളം വീട്ടിൽ മോഹനൻ മകൻ 20 വയസ്സുള്ള ഗോകുലാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടി ജോലി കഴിഞ്ഞ് വരുന്നതിനിടെ നിയന്ത്രണം തെറ്റിയ ബൈക്ക് മരത്തിലിടിക്കുകയായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മഹേഷിനെ പരിക്കുകളോടെ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ജീവനക്കാരനാണ് അപകടത്തിൽ മരിച്ച ഗോകുൽ. വേലൂർ പുലിയന്നൂരിൽ ടിപ്പർ ലോറിയും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. ബൈക്ക് യാത്രക്കാരനായ വേലൂർ വടക്കുമുറി കൊക്കർണിപ്പുരയ്ക്കൽ സുധീറിനാണ് പരിക്ക് പറ്റിയത്. പുലിയന്നൂർ സ്കൂളിന് സമീപത്താണ് അപകടമുണ്ടായത്. പരിക്കേറ്റ സുധീറിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവുമായി യുവാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം സ്വദേശി തോപ്പിൽ വീട്ടിൽ ആഷിഖിനെയാണ് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചാലക്കുടിയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഇതര സംസ്ഥാന തൊഴിലാളി അറസ്റ്റിൽ. ഉത്തർപ്രദേശ് സ്വദേശി പ്രദീപ് കുമാർ സോങ്കറിനെയാണ് പുകയില ഉൽപ്പന്നങ്ങളായ ഹാൻഡ്സുമായി ചാലക്കുടി പോലീസ് പിടികൂടിയത്. പോട്ടയിൽ ദേശീയപാതയോരത്ത് പാൻ മസാല ഉൽപ്പന്നങ്ങൾ വിൽക്കുകയായിരുന്നു. ഇതിന്റെ മറവിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നടത്തിയിരുന്നത്. ചാലക്കുടി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഋഷിപ്രസാദിന്റെ നേതൃത്വത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത്. കനോലി കനാലിൽ നിന്നും മാമ്പുള്ളി ചീപ്പ് വഴി ഉപ്പുവെള്ളം കയറുന്നത് മൂലം മണലൂർ പഞ്ചായത്ത് 1-ാം വാർഡിലെ മിക്കയിടവും ഉപ്പുവെള്ള ഭീഷണിയിലായി. കിണറുകളിലും കരകൃഷിയിലും ഉപ്പുവെള്ളം കലർന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ. മണലൂർ പഞ്ചായത്ത് അധികൃതർ ആവശ്യമായ ഇടപെടലുകൾ യഥാസമയം നടത്താത്തതിനാലാണ് കഴിഞ്ഞ 2 വർഷമായി ഉപ്പുവെള്ള ഭീഷണി നിലനിൽക്കുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. വേനൽക്കാലത്ത് പ്രദേശത്തെ ജനങ്ങളുടെ ആശ്രയമായിരുന്ന രാമൻ കായലിലും ഉപ്പുവെള്ളം എത്തുന്നതായി പ്രദേശവാസിയായ മണ്ണാൻതിണ്ടി മാലതി പറഞ്ഞു. ഈ ചീപ്പ് കിട്ടിയില്ലെങ്കിൽ ഉപ്പുവെള്ളം മുഴുവൻ കയറി ഓകം നശിച്ചു പോവും. എല്ലാം നശിച്ചു. പച്ചക്കറികളെല്ലാം നശിച്ചു. കണ്ടശാകടന്ന് ഇങ്ങോട്ട് പുളി തന്നെ നേരാൻ പോകും കടവ് വരെ. പഞ്ചായത്തിന് കയറ്റുന്നത് പഞ്ചായത്ത് ഇറങ്ങണില്ല. ഒരാളെ അന്വേഷിക്കില്ല. പ്രദേശത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വെള്ളത്തെയാണ് കുടിവെള്ളത്തിനായി ഭൂരിഭാഗം ആളുകളും ആശ്രയിക്കുന്നത്. മറ്റാവശ്യങ്ങൾ നിറവേറ്റാനുള്ള കിണറുകളിലെ വെള്ളവും ഉപ്പ് കയറി ഉപയോഗശൂന്യമാവുകയാണ്. ഉപ്പുവെള്ളം മൂലം കൃഷികളും നശിക്കുന്ന സ്ഥിതിയിലാണ്. കേരള കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ 2 മാസത്തോളം വളർച്ചയെത്തിയ നെൽകൃഷിയും ഉപ്പുവെള്ള ഭീഷണിയിലായി കഴിഞ്ഞു. ഈ വിഷയം ഉന്നയിച്ച് നിരവധി തവണ മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റിനെ സമീപിച്ചുവെങ്കിലും ഉചിതമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് കേരള കർഷക സംഘം കാരമുക്ക് മേഖലാ സെക്രട്ടറി VP പ്രവീൺ പറഞ്ഞു. പാഴാഴി പ്രദേശത്ത് ചീപ്പ് ഇടാത്ത കാരണം ഉപ്പുവെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉപ്പുവെള്ളം കയറി അവിടെയുള്ള പ്രദേശവാസികൾ കുറേ ചെറിയ കൃഷികളൊക്കെ നടത്തുന്നുണ്ട് വീട്ടിൽ. അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൈപ്പ് വെള്ളം മാത്രമാണ് ആശ്രയിച്ചാണ് ജനങ്ങൾ കഴിയുന്നത്. അവരും കുറേ ചെറിയ കിണറുകളൊക്കെ കുത്തിയിട്ടുണ്ട്. ആ കിണറ്റിലേക്കൊക്കെ ഉപ്പുവെള്ളം കയറി ഇപ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം ഇവിടുത്തെ വാർഡ് മെമ്പറുടെ അനാസ്ഥയാണ്. 1-ാം വാർഡിലെ വാർഡ് മെമ്പറുടെ അനാസ്ഥയാണ് ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി മണലൂർ പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV ന്യൂസ്, തൃശൂർ. കൊടുങ്ങല്ലൂർ കക്കമാടൻ തുരുത്ത്, ഉണ്ടേക്കടവ്, ആനപ്പുഴ
വാർഡുകളിൽ വേലിയേറ്റം രൂക്ഷമായിട്ടും നഗരസഭാ അധികൃതരും സംസ്ഥാന സർക്കാരും നടപടിയെടുക്കാത്തതിനെതിരെ BJP ഒപ്പുശേഖരണം നടത്തി. കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ER ജിതേഷ് ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് KK മനോജ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ കൌൺസിലർ KA സുനിൽകുമാർ, വിദ്യാസാഗർ, ദീപ രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. കേന്ദ്ര ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യന് നിവേദനം സമർപ്പിക്കുമെന്ന് BJP നേതാക്കൾ അറിയിച്ചു. പെരിഞ്ഞനത്ത് കരിയില കത്തിക്കുന്നതിനിടെ പൊള്ളലേറ്റ വയോധിക മരിച്ചു. കുറ്റംകുളം കിഴക്ക് ഐനിക്കൽ മാമന്റെ ഭാര്യ 83 വയസ്സുള്ള ലീലയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വീട്ടുപറമ്പിലെ ചപ്പുചവറുകൾ വാരികൂട്ടി കത്തിക്കുന്നതിനിടയിലാണ് അവർക്ക് പൊള്ളലേറ്റത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് സഹോദരങ്ങൾ തമ്മിൽ കത്തിക്കുത്ത് പരിക്കേറ്റ ഇരുവരെയും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പണിക്കർപ്പടി റോഡിൽ താമസിക്കുന്ന കളരിക്കൽ വീട്ടിൽ വേണുഗോപാൽ പണിക്കർ, സഹോദരൻ രവികുമാർ പണിക്കർ എന്നിവർക്കാണ് പരിക്കേറ്റത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് ഇരുവരും ഏറ്റുമുട്ടിയത്. ചെറുതുരുത്തി SI AR നിഖിലന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. നാട്ടികയിൽ ഓട്ടോറിക്ഷ ഡ്രൈവറെ കരിങ്കല്ലുകൊണ്ട് ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. നാട്ടിക സ്വദേശി കാമ്പർത്ത് വീട്ടിൽ അഖിലിനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 14-ാം തീയതിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഓട്ടോ വിളിച്ചതിന്റെ വാടകയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായ അഴീക്കോട് സ്വദേശി കരിപ്പാക്കുളം വീട്ടിൽ അംജുത്തിനെ പ്രതി മർദ്ദിച്ചത്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, പ്രിൻസിപ്പൽ SI എബിൻ, പ്രൊബേഷൻ SI ജിഷ്ണു തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. എളവള്ളി ബ്രഹ്മകുളം 1-ാം വാർഡിലെ മണ്ണുമൽ റോഡ് കോൺക്രീറ്റ് ചെയ്ത് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. 200 മീറ്റർ നീളമുള്ള റോഡിന് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിൽ നിന്നും 9.6 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരിച്ചത്. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ TC മോഹനൻ, NB ജയ, ചെറുപുഷ്പം ജോണി, PM അബു, BR സന്തോഷ്, മോഹനൻ വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പാലട പായസമുണ്ടാക്കി വിറ്റഴിച്ച് ജീവിതത്തിൽ വിജയഗാഥ രചിക്കുകയാണ് എറവ് സ്വദേശിനിയായ വീട്ടമ്മ. കഴിഞ്ഞ 9 വർഷമായി പാലട പായസമുണ്ടാക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വിറ്റഴിക്കുന്ന ഈ വീട്ടമ്മയ്ക്ക് സ്വന്തം സംരംഭത്തിലൂടെ 20-ലേറെ പേർക്കാണ് തൊഴിൽ നൽകാനായത്. എറവ് സ്വദേശിനിയായ ബിന്ദു എന്ന വീട്ടമ്മയാണ് എല്ലാ ദിവസവും കടകളിലേക്ക് പാലട പായസം ഉണ്ടാക്കി നൽകി സംരംഭം വൻ വിജയമാക്കിയത്. ബിന്ദുവും ഭർത്താവ് റിജോയും കൂടി 2016-ലാണ് പാലട പായസം ഉണ്ടാക്കി വിൽപ്പനയ്ക്ക് എത്തിച്ചത്. പ്രത്യേക ഉത്സവ സീസണുകളിൽ മാത്രം വിപണി ഉണ്ടായിരുന്ന പാലട പായസം കടകളിൽ ദിവസവും ലഭ്യമാകാൻ തുടങ്ങിയതോടെ ആവശ്യക്കാർ ഏറി. ഏതാനും ജോലിക്കാരെ വെച്ച് ആരംഭിച്ച പാലട പായസം പാക്ക് ചെയ്ത് കടകളിൽ എത്തിക്കാൻ റിജോയായിരുന്നു മുൻപിൽ. ഒപ്പം വട്ടയപ്പം, കിണ്ണത്തപ്പം, അട, കൊഴുക്കട്ട, ഉണ്ണിയപ്പം, വെളിച്ചെണ്ണപ്പം തുടങ്ങിയ നാടൻ പലഹാരങ്ങളും ഉണ്ടാക്കി വിൽക്കാൻ തുടങ്ങി. 4 വർഷം മുൻപ് റിജോ മരിച്ചതോടെ പായസ നിർമ്മാണത്തിന്റെ ചുമതല പൂർണ്ണമായും ബിന്ദുവിനായി. വിദ്യാർത്ഥികളായ മക്കളുടെ പഠനകാര്യങ്ങൾക്കൊപ്പം പായസ നിർമ്മാണത്തിലും ബിന്ദു അതീവ ശ്രദ്ധാലുവായി. ദിവസവും പുലർച്ചെ 3:30-ക്ക് ബിന്ദു വീടിനോട് ചേർന്നുള്ള പാചകമുറിയിൽ എത്തും. സഹായികളായി ജോലി ചെയ്യുന്ന സ്ത്രീകൾ 5:30-ക്ക് എത്തുന്നതുവരെ അവശ്യം വേണ്ട കാര്യങ്ങൾ ചെയ്യും. 2016-ലാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഈ സ്ഥാപനം ആരംഭിച്ചത്. 2021 എൻ്റെ ഹസ്ബൻഡിൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ തനിയെ ഇത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങി. അടുത്ത പ്രദേശത്തുള്ള ഒത്തിരി സ്ത്രീകളെ ഇതോടുകൂടി ജോലി കൊടുത്തുകൊണ്ട് കൂടുതൽ ഈ സംരംഭം ഉന്നതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട്. 10 വനിതകളും 4 പുരുഷന്മാരുമാണ് ഇവരുടെ ഭക്ഷ്യ ഉൽപ്പന്ന നിർമ്മാണശാലയിൽ ജോലിയെടുക്കുന്നത്. ഉണ്ടാക്കുന്നവ കടകളിൽ എത്തിക്കാനായി 8 പേർ വേറെയുമുണ്ട്. രാവിലെ 9:30-യോടെ പാക്കിംഗ് കഴിഞ്ഞ് സാധനങ്ങൾ കടകളിൽ എത്തിക്കാനായി ഏതാനും ജീവനക്കാർ പോകും. ബിന്ദുവടക്കമുള്ള മറ്റുള്ളവർ പിറ്റേന്നേക്കുള്ള വിഭവങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാകും. പിന്നെ പാലട പായസത്തോടൊപ്പം ഇവർ നിർമ്മിക്കുന്ന ചപ്പാത്തി, അവലോസുണ്ട, അട, കൊഴുക്കട്ട തുടങ്ങിയവയ്ക്കും ആവശ്യക്കാരേറെയാണ്. പൂക്കളോട് ഏറെ ഇഷ്ടമുള്ള ഈ വീട്ടമ്മ ഇടയ്ക്ക് വീണ് കിട്ടുന്ന ഒഴിവുവേളകൾ തോട്ടത്തിലെ പൂക്കളെ പരിപാലിക്കാനാണ് ചിലവഴിക്കാറുള്ളത്. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുട രൂപത കരിസ്മാറ്റിക് കൂട്ടായ്മയുടെയും KCBC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ റാലിയും ജാഗ്രതാ സദസ്സും സംഘടിപ്പിച്ചു. KCBC മദ്യവിരുദ്ധ സമിതി രൂപത ഡയറക്ടർ ഫാദർ റോബിൻ പാലാട്ടി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. രൂപത കരിസ്മാറ്റിക് കൂട്ടായ്മ പ്രസിഡന്റ് ബാബു ഐസക്, KCBC മദ്യവിരുദ്ധ സമിതി മധ്യമേഖലാ പ്രസിഡന്റ് സാബു എടാട്ടുകാരൻ, ഫാദർ ടിൻഡോ കൊടിയൻ, അന്തോണിക്കുട്ടി ചെതലൻ, സാബു
മൂത്തേടൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും KDISCന്റെയും സഹകരണത്തോടെ നടപ്പിലാക്കുന്ന വിജ്ഞാന കേരളം വിജ്ഞാന തൃശൂർ പദ്ധതിയുടെ ഭാഗമായുള്ള മെഗാ ജോബ് ഫെയർ പോസ്റ്റർ പ്രകാശനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ വിദഗ്ധനും ഡോക്ടർ TP സേതുമാധവൻ, വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീ ജ്യോതിഷ് കുമാർ KV, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലിൽ U, കില ജില്ലാ ഫെസിലിറ്റേറ്റർ ശ്രീ അനൂപ് കിഷോർ, പ്രോഗ്രാം മാനേജർ KJ സിത്താര തുടങ്ങിയവർ പങ്കെടുത്തു. ഏപ്രിൽ 26-ാം തീയതിയാണ് ജോബ് ഫെയർ. പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. കാട്ടൂർ മുനയം സ്വദേശിയായ കോഴിപ്പറമ്പൻ വീട്ടിൽ പ്രണവനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടകര കല്ലട ബാറിൽ അമിതമായി മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞെത്തിയ കൊടകര സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ EA സുരേഷ്, ASI ഗോകുലൻ, CPO സിജു എന്നിവരെ ഇയാൾ യൂണിഫോമിൽ പിടിച്ചുവലിച്ച് ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ജീവിതത്തിന്റെ ലഹരിയാകണമെന്ന് ചലച്ചിത്ര നടൻ ശിവജി ഗുരുവായൂർ അഭിപ്രായപ്പെട്ടു. ആം ആദ്മി പാർട്ടി കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമാദരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 11ാമത് എമിറേറ്റസ് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ മികച്ച വെബ് സീരീസിനുള്ള പുരസ്കാരം നേടിയ പോൾസൺ പാവറട്ടിയെയും സൗത്ത് ഇന്ത്യൻ പ്രവാസി നാടകോത്സവത്തിൽ ചെന്നൈ ഉപാസന അവതരിപ്പിച്ച പെരുമലയിലെ കേളു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മികച്ച നടനുള്ള പുരസ്കാരം നേടിയ ജോസഫ് കൊള്ളന്നൂരിനെയും ചടങ്ങിൽ ആദരിച്ചു. ആം ആദ്മി പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യുവും സിനി ആർട്ടിസ്റ്റ് ശിവജി ഗുരുവായൂരും ചേർന്ന് അവാർഡ് ജേതാക്കൾക്ക് ഉപഹാരം നൽകി. ആം ആദ്മി പാർട്ടി മണ്ഡലം പ്രസിഡന്റ് സെബി ജോണി അധ്യക്ഷത വഹിച്ചു. സുമനസ്സുകളുടെ സഹായത്താൽ വിധിയോട് പൊരുതി ജീവിതം തിരിച്ചുപിടിക്കുവാൻ ശ്രമിക്കുകയാണ് ചന്ദ്രാപിനിയിലെ വയോധിക ദമ്പതികൾ. ചൂരപ്പെട്ടി ശിവദാസനും ഭാര്യ ഗൗരിയുമാണ് വിധിക്ക് മുന്നിൽ തളരാത്ത മനസ്സോടെ ജീവിതയാത്ര തുടരുന്നത്. പപ്പടക്കച്ചവടവും ലോട്ടറി വിൽപ്പനയുമൊക്കെയായി കഴിഞ്ഞിരുന്ന ശിവദാസന്റെ ജീവിതത്തിന് മങ്ങലേൽക്കാൻ തുടങ്ങിയത് ഒരു വാഹനാപകടത്തോടെയായിരുന്നു. വർഷങ്ങൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയെങ്കിലും കണ്ണിന്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങി. 6 വർഷങ്ങൾക്ക് മുമ്പ് കാഴ്ച പൂർണ്ണമായും ശിവദാസന് നഷ്ടമായി. ഇതിനിടയിൽ 2 പെൺമക്കളെ വിവാഹം കഴിച്ച് അയച്ചു. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്ന ഭാര്യ ഗൗരിയുടെ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലായി. 4 വർഷം മരുന്നുകളുടെ സഹായത്താൽ പിടിച്ചു നിന്നെങ്കിലും വൃക്കകളുടെ പ്രവർത്തനം സങ്കീർണമായതോടെ ജീവൻ നിലനിർത്തണമെങ്കിൽ ഡയാലിസിസ് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. അതോടെ പണിയും നിലച്ചു. സുമനസ്സുകളുടെ സഹായത്താലാണ് 1 മാസമായി തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നത്. വാഹന വാടകയിനത്തിലും മറ്റും നല്ലൊരു തുകയാണ് ഇപ്പോൾ ചിലവാകുന്നത്. ഇരുവർക്കും സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ടെങ്കിലും ഒരു തവണ ഡയാലിസിസ് കഴിയുമ്പോൾ അതും തികയാതെ വരും. ചേട്ടൻ കണ്ടു കാണാണ്ടായിട്ട് 6 വർഷം കഴിഞ്ഞു. ഇപ്പൊ ഒന്നിനും പറ്റൂല. ആൾ സഹായം വേണം ആൾക്ക് ജീവിക്കണമെങ്കിൽ. എൻ്റെത് 4 വർഷമായി കിഡ്നി കംപ്ലൈന്റിന് മരുന്ന് കഴിക്കുന്നു. ഡോക്ടർ പറഞ്ഞ് ഡയാലിസിസ് ചെയ്യണമെന്ന്. ഇപ്പോൾ ഓരോരുത്തരും തന്നിട്ടാണ് ജീവിതം മുന്നോട്ട് പോകണം. ഈ ഡയാലിസിന് പോണത് ഓരോരുത്തർ തന്നിട്ടാണ്. ഇത്രത്തോളം ഇനി പോണെങ്കിൽ വേറെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ. ഇനി എത്ര നാൾ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടേണ്ടി വരുമെന്ന് ഇരുവർക്കും അറിയില്ല. കരുണ പറ്റാത്ത മനസ്സുകൾ ഇനിയും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ശിവദാസനും ഗൗരിയും. TC വിനോസ്, കയ്പമംഗലം. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ കമനീയം കണ്ടാണശ്ശേരി എന്ന പേരിൽ മെഗാ ശുചീകരണ യജ്ഞം നടത്തി. സംസ്ഥാന സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിന് മുന്നോടിയായാണ് മറ്റം സെന്റർ മുതൽ തിരുവത്തറ പാടം വരെ ശുചീകരണ പ്രവർത്തനം നടത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിവ്യ റനീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർമാരായ PK അസീസ്, AA കൃഷ്ണൻ, അഡ്വക്കേറ്റ് PV നിവാസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു C ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി കനോലി കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കം ചെയ്ത് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്തിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്നാണ് നടപടി. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര ലത്തീഫ്, കൌൺസിലർമാരായ രഞ്ജിത് കുമാർ, മണികണ്ഠൻ KC, ഉമ്മൂർ അഹമ്മദ്, നഗരസഭാ ഹെൽത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ 5 ദിവസം കൊണ്ടാണ് ശുചീകരണം പൂർത്തിയാക്കിയത്. ജലാശയങ്ങൾ മലിനമാക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി MS ആകാശ് അറിയിച്ചു.
മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായി ചാവക്കാട് നഗരസഭയുടെ മുഴുവൻ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് നഗരസഭയുടെ 32 വാർഡുകളിലും എല്ലാ പ്രദേശങ്ങളിലും നാടും നഗരവും വൃത്തിയാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും വളരെ മാതൃകാപരമായി തന്നെ നടന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. നാടും നഗരവും വൃത്തിയാക്കുന്നതോടൊപ്പം ജലാശയങ്ങളും വൃത്തിയാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടന്നു കഴിഞ്ഞു. എന്നാൽ നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കൽവർട്ട് നിർമ്മിക്കുന്നതിന് വേണ്ടി തടസ്സപ്പെട്ട ഒരു പ്രദേശം, അവിടെ കനോലി കനാലിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതോടൊപ്പം തന്നെ കുളവാഴയും അടിഞ്ഞ് കൂടിക്കൊണ്ട് വലിയ തോതിലുള്ള മാലിന്യ പ്രശ്നമാണ് ചാവക്കാട് നഗരമധ്യത്തിൽ ഉണ്ടായത്. എന്നാൽ നമ്മുടെ ചാവക്കാട് നഗരസഭയുടെ ആരോഗ്യ വിഭാഗവും ആ പ്രദേശത്തെ 21-ാം വാർഡിൻ്റെ കൗൺസിലർ ശ്രീ രഞ്ജിത്ത് കുമാറും അവിടുത്തെ നാട്ടുകാരും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു സന്നദ്ധ പ്രവർത്തനം കാഴ്ചവെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരസഭാ സെക്രട്ടറിയും ഉദ്യോഗസ്ഥ വൃന്ദവും ജനപ്രതിനിധികളും എല്ലാവരും ഒന്നു ചേർന്നുകൊണ്ടുള്ള ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് ആ മാലിന്യം അവിടെ നിന്ന് എടുത്തു നീക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മാള IST സംഘടിപ്പിച്ച ഇഫ്താർ സംഗമം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PK അബ്ബാസ് അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി ജോസഫ്, മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു, PK സുധീഷ് ബാബു, AA അഷ്റഫ്, ഡോക്ടർ രാജു ഡേവിസ് പേരേപ്പാടൻ, PT പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തൻപിടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. വടാനപ്പള്ളി തൃത്തല്ലൂർ സ്വദേശി അനിൽ രാജനാണ് പരിക്കേറ്റത്. പരിക്കേറ്റയാളെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാലിന്യ സംസ്കരണത്തിലും ശുചിത്വത്തിലും കൊടുങ്ങല്ലൂർ നഗരസഭ മാതൃകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ്. MLA ഫണ്ട് ഉപയോഗിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ നിർമ്മിച്ച 12 ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലൈഫ് ഭവന പദ്ധതി പ്രകാരം കേരളത്തിൽ 4,32,159 വീടുകൾ നിർമ്മിച്ചു നൽകിയതായി മന്ത്രി പറഞ്ഞു. നഗരസഭയിൽ ആരംഭിക്കുന്ന ഡബിൾ ചേംബർ ഇൻസിനേറ്ററിന്റെയും ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെയും നിർമ്മാണോദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത, വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് BS ദിനൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, KS കൈസാബ്, LC പോൾ, ON ജയദേവൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ അറിയിക്കുന്നു നടപടിക്രമങ്ങൾ സഹോദരിമാരെ കുടുംബശ്രീയും പാവപ്പെട്ട വീടുകൾക്ക് അതോടൊപ്പം ഒരു ദ്രവമാലിന്യ പ്ലാന്റിന്റെ നിർമ്മാണോദ്ഘാടനവും അത് രണ്ടും കൂടി നിർവഹിച്ചതായി ഞാൻ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. നഗരസഭയെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ശുചിത്വത്തിന്റെ കാര്യത്തിൽ എടുത്തിട്ടുള്ള ഈ ഉത്സാഹത്തോടു കൂടിയിട്ടുള്ള നടപടികൾക്ക്. ഡബിൾ ചേംബർ ഇൻസിനറേറ്റർ സ്ഥാപിക്കണമെന്ന് സർക്കാർ നേരത്തെ നിഷ്കർഷിച്ചതാണ്. ഇപ്പോൾ അവിടെ അതിനുള്ള നടപടികൾ സ്വീകരിച്ചിരിക്കുന്നു. ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനും നഗരസഭ മുൻകൈയെടുത്തിരിക്കുന്നു. ഒരു മാതൃകാപരമായ പ്രവർത്തനമാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ മന്ത്രി എന്ന നിലയിൽ പ്രത്യേകം സന്തോഷത്തോടുകൂടി വാണിജ്യം. അഭ്രപാളികളിൽ ദൃശ്യവിസ്മയം തീർക്കാൻ ഹാർക്നെസ് ഹ്യൂഗോ സ്ക്രീനും ക്രിസ്റ്റി RGB ലേസർ 4K പ്രൊജക്ടറുമായി തൃശൂരിന്റെ സ്വന്തം രാഗം തിയേറ്റർ എമ്പുരാനെ വരവേൽക്കാനൊരുങ്ങി. ഏറ്റവും ഗുണമേന്മയോടെ ദൃശ്യശ്രാവ്യാനുഭവം പ്രേക്ഷകരിലെത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ലോകത്തിലെ പ്രമുഖ സ്ക്രീൻ നിർമ്മാതാക്കളായ ഹാർക്കനസിന്റെ ഹ്യൂഗോ സ്ക്രീനും ക്രിസ്റ്റി 4435 RGB ലേസർ 4K പ്രൊജക്ടറും തൃശൂർ രാഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത്. പുതിയ രൂപഭംഗിയോടുകൂടിയ ഹാളും ഡോൾബി അറ്റ്മോസ് ശബ്ദവിന്യാസവും പുതുക്കിയ ഇരിപ്പിടങ്ങളുമായി രാഗം തിയേറ്റർ ഒരുങ്ങിക്കഴിഞ്ഞു. ടിക്കറ്റ് നിരക്കിൽ ഒട്ടും വർധനയില്ലാതെ തന്നെ
വിസ്മയിപ്പിക്കുന്ന സിനിമാനുഭവമാണ് രാഗം കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. തൃശ്ശൂരിന്റെ ഹൃദയഭാഗത്ത് തലയെടുപ്പോടെ നിലകൊള്ളുന്ന കേരളത്തിലെ ആദ്യത്തെ 70mm തിയേറ്ററായ രാഗം പ്രൊപ്പറേറ്ററും സിനിമാ നിർമ്മാതാവുമായ AK സുനിലിന്റെ നേതൃത്വത്തിൽ അത്യന്താധുനിക ദൃശ്യശ്രാവ്യ സംവിധാനങ്ങളുമായാണ് കാണികൾക്ക് വിസ്മയമേകാൻ ഒരുങ്ങിയിരിക്കുന്നത്. സിനിമാ പ്രേമികളുടെ സൗകര്യത്തിനായി ഓൺലൈൻ, ഓഫ്ലൈൻ ബുക്കിംഗ് സൗകര്യങ്ങളും ലഭ്യമാണ്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,220 രൂപ, പവന് 65,760 രൂപ. വെള്ളി ഗ്രാമിന് 110 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,449 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ചിറ്റിശ്ശേരിയിൽ ഡെങ്കിപ്പനി പടരുന്നു. 6 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി മരുന്ന് കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഷീല സണ്ണിയുടെ മൊഴിയെടുത്തു. പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. പാലപ്പള്ളി കുണ്ടായിൽ കാട്ടാനക്കൂട്ടം വ്യാപകമായി കൊക്കോ കൃഷി നശിപ്പിച്ചു. കുണ്ടായി സ്വദേശി കണ്ണമ്പുഴ വർഗീസിന്റെ 50ഓളം കൊക്കോ മരങ്ങളാണ് നശിച്ചത്. കയ്പമംഗലത്ത് വീട്ടിൽ തീപിടുത്തം. ആളപായമില്ല. വീട്ടു സാധനങ്ങൾ കത്തി നശിച്ചു. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ സിന്തറ്റിക് ട്രാക്ക് മന്ത്രി വി അബ്ദുറഹിമാൻ നാടിന് സമർപ്പിച്ചു. മത്സര ഇനങ്ങൾക്കില്ലാതെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഒരു കായിക ഇനത്തിലെങ്കിലും പരിശീലനം നേടണമെന്ന് മന്ത്രി. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.